അപ്പൊ നമ്മളെല്ലാരും ഒരുങ്ങി കെട്ടി എങ്ങോട്ടാ? മന്തി കഴിക്കാൻ പോവാ. മുഖത്ത് പ്രശ്നം നിങ്ങൾ കാണുന്നില്ലേ? ഫുഡ് കഴിക്കാൻ പോകുന്നതിന്റെ വേറെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എഴുതി പറയെ കൊടുത്തിട്ട് അവിടെ നേരെ റെസ്റ്റോറന്റിലോട്ട്. കോളേജിൽ നമ്മളോട് പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ട്. റെസ്റ്റോറന്റിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. Their ambience was really amazing. നമ്മൾ നട്ടുച്ചയ്ക്കാണ് പോയത്, പക്ഷേ രാത്രി നമ്മളിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീൽ ഒക്കെ ഉണ്ട്. പുറത്ത് ഫ്രണ്ട്സായിട്ട് ഫുഡ് കഴിക്കുന്ന ഓക്കെ, നമ്മൾ ഈ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിനെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കഴിച്ചു. ആ ഫ്രണ്ട്സുമായിട്ട് തന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന സംതിങ് ഡിഫറെന്റ്. നമ്മളെല്ലാം പോയപ്പോ തന്നെ ഫസ്റ്റ് കണ്ണുടക്കിയത് ഈ സാധനം. എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത അഫ്ഗാനി ചിക്കൻ മന്തി. അങ്ങനെ ഫുഡ് വന്നി. ഇനി എന്താ കഴിക്കാം? ഫുഡ് കഴിച്ച് സ്റ്റാർട്ടായി. ആദ്യം ഒരു 2-3 മിനിറ്റ് ഉള്ള ഒരു എടുപ്പുണ്ട് ഫുഡ് കഴിക്കാൻ. അതിനുശേഷം ഉള്ളത് ഇങ്ങനെ ബാക്കി അങ്ങോട്ട് കഴിക്കാനും പറ്റില്ല, ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കാനും പറ്റില്ല. വയറിൽ ഇനി സ്ഥലമില്ല, എങ്കിലും നമ്മൾ കുത്തി ഇറക്കും. അതാണ് ദേവികയുടെ കണ്ണൊക്കെ വേണ്ടത് ഇങ്ങനെ ഇരിക്കുന്നത്. കഴിച്ച് മത്തായി കണ്ട. ലാസ്റ്റ് നമ്മൾ കളഞ്ഞിട്ട് വന്നാലോ എന്ന് വരെ വിചാരിച്ചു. ഇത് ഇവിടെ ഇപ്പൊ കളഞ്ഞിട്ട് വന്ന ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത്. ഉറപ്പായിട്ടും ഈ ഇരുന്ന് ചിരിക്കുന്നവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. സീരിയസ്ലി ഒരാൾക്കാരെ എക്സ്പ്രഷൻ കണ്ട കഴിക്കണോ ചിരിക്കണോന്നൂല. മാക്സിമം നോക്കി, പക്ഷെ പറ്റുന്നില്ല. അങ്ങോട്ട് പറ്റുന്ന അത്രയും കുത്തി ഇറക്കി നമ്മളെല്ലാരും അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ 2 സ്റ്റോപ്പുകളിൽ നടന്നു പോകാൻ വിചാരിച്ചു. ബട്ട് വീ കാണ്ട്. അതുകൊണ്ട് നമ്മൾ കൈക്കിട്ട് ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ അവിടുന്ന് ഒരു ഓട്ടോ കയറി. പിന്നെ എല്ലാരും അങ്ങോട്ട് സുഖം ഉറക്കായിരുന്നു. ഫുഡ് കഴിക്കാനെന്നും പറഞ്ഞ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പ്രസന്റ് ഇതൊന്നും കാണുന്നില്ലല്ലേ. ഓട്ടോക്കാരമാകുമ്പോൾ നമ്മളെ കോളേജിന്റെ ഫ്രണ്ടിൽ ചവിട്ടി ഇറക്കി. സെക്യൂരിറ്റി ഓട്ടോ അകത്ത് വിട്ടു. പിന്നെ അവിടെ നിന്ന് നടന്ന് ഇനി ഹോസ്റ്റലിൽ പോയി ഒരു ഉറക്കം. പിന്നെ ശരിയെന്നാ.